ഡി സ്ഥാനത്തു നിന്നും ബിജു പ്രഭാകർ തെറിച്ചതിനു പിന്നാലെ ചീഫ് ഓഫീസിലെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനും വലം കൈയുമായ ഉദ്യോഗസ്ഥനെയും തെറിപ്പിച്ചിരിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ. ചീഫ് ഓഫീസിൽ സ്പാർക്ക് സെല്ലിൽ ജോലി ചെയ്തിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ പി ബിജുവിനെയാണ് നെടുമങ്ങാട് യൂണിറ്റിലേക്ക് തിരിച്ചു തട്ടിയിരിക്കുന്നത്. അടിയന്തര ഉത്തരവിറക്കി മിന്നൽ വേഗത്തിലായിരുന്നു ബിജുവിനെതിരെ കരുനീക്കം നടത്തിയത്. കഴിഞ്ഞ ദിവസം KSRTC MD ആയി ജോയിന്റ് MD ആയിരുന്ന PS പ്രമോദ് ശങ്കറെ നിയമിച്ച് ഉത്തരവിറക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് രാത്രിയോടെ ബിജുവിനെ തട്ടാൻ തീരുമാനമെടുത്തത്. മന്ത്രി ഗണേഷ് കുമാറുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് തീരുമാനം വേഗത്തിലെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ സ്പാർക്കിനെ തകർക്കാനുള്ള ഗൂഢശ്രമമുണ്ടെന്നാണ് വിമർശനമുയരുന്നത്. ബിജു പ്രഭാകർ MD ആയി സ്ഥാനമേറ്റപ്പോൾ സ്പാർക്ക് വഴിയുള്ള ശമ്പള വിതരണം കാര്യക്ഷമമാക്കാൻ വേണ്ടി നടപടിയെടുത്തിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ KSRTC ആണ് ആദ്യമായി സ്പാർക്ക് നടപ്പാക്കിയതും. ജീവനക്കാരുടെ പഞ്ചിങ് സംവിധാനവും സ്പാർക്കും തമ്മിൽ ബന്ധിപ്പിച്ചുള്ള സാങ്കേതിക വിദ്യയിലൂടെയാണ് ശമ്പളം നൽകുന്നത്. സ്പാർക്ക് നടപ്പാക്കാൻ നെടുമങ്ങാട് ഡിപ്പോ കണ്ടക്ടറായിരുന്ന P ബിജുവിനെ ചീഫ് ഓഫീസിൽ പ്രത്യേക ഓഫീസറായി നിയമിക്കുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ മിനിസ്റ്റീരിയൽ സ്റ്റാഫിൽ നിന്നും കുറച്ചുപേർക്ക് പരിശീലനം നൽകി നിയമിക്കുകയും ചെയ്തു. ശമ്പളം കൊടുക്കാൻ കാശില്ലാത്ത KSRTCയിൽ സ്പാർക്ക് നടപ്പാക്കിയിട്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യം നിരോധിച്ചിരിക്കുന്നുവെന്നാണ് മാനേജ്മെന്റ് അന്നും ഇന്നും പറയുന്നത്. അതുകൊണ്ട് തൊഴിലാളികൾ വായും പൂട്ടി മിണ്ടാതിരുന്നോണം. ചോദ്യങ്ങൾ നിരോധിച്ച KSRTCയിൽ ഇടവേളകളിട്ട് വരികയും പോവുകയും ചെയ്യുന്ന MDമാരും മന്ത്രിമാരും തീരുമാനിക്കുന്ന താത്കാലിക നടപടികൾ കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഓടിക്കൊണ്ടിരിക്കുന്നത്. ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതിയോ പ്രവൃത്തികളോ കാഴ്ചപ്പാടോ വരുന്നവർക്കില്ല. അവർ ഇരിക്കുന്ന കാലം എങ്ങനെ പോകണമെന്നുള്ളത് ഓരോ IAS IPS MDമാരുടെയും കാഴ്ചപ്പാടാണ്. മാറിവരുന്ന സർക്കാരുകൾക്കും വകുപ്പ് മന്ത്രിമാർക്കും അവരുടെ രാഷ്ട്രീയത്തിന് കോട്ടം തട്ടാതിരിക്കുകയും ഒപ്പം സ്വന്തം നില ഭദ്രമാക്കുകയും ചെയ്യുക എന്നതിനപ്പുറം ഒരാത്മാർത്ഥതയും KSRTCയോട് ആരും കാണിച്ചിട്ടില്ല. ഇത് വാസ്തവമാണ്. പക്ഷേ പറയാനൊരാൾക്കും കഴിയില്ല. കണ്ണിൽ കരടാകാൻ ആഗ്രഹമില്ലാത്ത അല്പപ്രാണികളെ പോലെ കേരളത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് KSRTC ജീവനക്കാർ. സ്പാർക്കിന്റെ പ്രവർത്തനം ഗംഭീരമാക്കാൻ P ബിജുവിനെ ചീഫ് ഓഫീസിൽ എത്തിച്ച ബിജു പ്രഭാകർ എന്താണ് ചെയ്തത്? ജീവനക്കാർക്ക് 2 ഘട്ടമായല്ലേ ശമ്പളം നൽകിയത്, അതും സർക്കാർ വിഹിതം കിട്ടിയാൽ മാത്രം. ഇന്നലെയും ഒരു തൊഴിലാളി ഹൃദയാഘാതം മൂലം മരണമടഞ്ഞിട്ടുണ്ട്. പത്തനാപുരം ഡിപ്പോയിലെ കണ്ടക്ടർ നന്ദകുമാറാണ് മരിച്ചത്. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി അല്പസമയം കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്നാണ് ഹൃദയാഘാതം സംഭവിച്ചു മരണപ്പെട്ടത്. ഇത് ജോലിയുടെ സ്വഭാവം കൊണ്ടാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ ദിവസം തോറും KSRTC ജീവനക്കാർ മരണപ്പെടുമ്പോഴും അവരുടെ കുടുംബങ്ങൾക്ക് നാഥനില്ലാതാകുമ്പോഴും ചെയ്ത ജോലിയുടെ കൂലി ഇരക്കുന്ന അവസ്ഥയിൽ എത്തിച്ചത് ആരാണ്? പരിഷ്കാരങ്ങളൊന്നും തൊഴിലാളികളെ സമാധാനിപ്പിക്കുന്നതല്ലെന്ന് സർക്കാരിനും മനസ്സിലായിട്ടില്ല. KSRTCയിൽ നടപ്പാക്കിയ സ്പാർക്ക് വഴിയാണ് എത്ര ജീവനക്കാരുണ്ടെന്നും എത്ര രൂപയാണ് ശമ്പളം കൊടുക്കേണ്ടതെന്നുമുള്ള കൃത്യമായ കണക്കുകൾ ലഭിച്ചത്. എന്നാൽ കണക്കൊപ്പിച്ച് ചീഫ് ഓഫീസ് കമ്പ്യൂട്ടർവത്കൃതമായിട്ടും തൊഴിലാളികളുടെ ശമ്പളം വെട്ടിമുറിച്ചാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ KSRTCയിൽ നടക്കുന്നത് മേലെ തട്ടിലുള്ള ഉന്നതരുടെ കസേര മാറ്റവും തെറിക്കലുമൊക്കെയാണ്. അടുത്ത മാസം ശമ്പളം 1-ാം തീയതി തന്നെ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഗണേഷ് കുമാർ മുന്നിൽ കണ്ടിരിക്കുന്നത് എന്താണെന്ന് മാത്രം നിശ്ചയമില്ല. എങ്കിലും ജീവനക്കാർ ടിക്കറ്റ് വരുമാനം വഴി എത്തിക്കുന്നത് ലാഭം തന്നെയാണെന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ കടത്തിന്റെ കാര്യം പറഞ്ഞ് ചെയ്ത ജോലിയുടെ കൂലി കൊടുക്കാൻ വൈകിപ്പിക്കുന്ന സ്ഥിരം ശൈലിക്ക് മാത്രം മാറ്റം വന്നിട്ടില്ല.